നമസ്കാരം. അഭിഭാഷകർക്ക് നിയമോപദേശം നൽകുന്ന അഭിഭാഷകൻ, 95 വയസ്സിലും ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന വക്കീൽ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാർ വക്കീലന്മാർ വിവിധ കേസുകളിൽ നിയമോപദേശം കിട്ടുന്നതിനായി ഈ വയോധികന്റെ വസതിക്ക് മുന്നിൽ കാത്തുകെട്ടി കിടക്കുകയായിരുന്നു. എന്നാലും നരസിംഹം സിനിമയിലെ നന്ദഗോപാലമാരാരെ പോലെ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയാലും അയാളുടെ തട്ട് താണു തന്നെ ഇരിക്കും. ആർക്കും അയാളെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയുമായിരുന്നില്ല. പാവപ്പെട്ടവരുടെ കേസുകളും മനുഷ്യാവകാശ ഭരണഘടനാ പ്രശ്നങ്ങളും ഏറ്റെടുക്കാനും സൗജന്യമായി നിയമപോരാട്ടം നടത്താനും സ്വന്തമായി ഒരു അഭിഭാഷക നിര തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ അഭിഭാഷകർക്കിടയിലെ ഒരു നരി തന്നെയാണ് അന്തരിച്ച ഫാലി എസ് നരിമാൻ എന്ന നിയമജ്ഞൻ. അദ്ദേഹത്തെക്കുറിച്ചാണ് ന്യൂസ് ഇൻ ഡെപ്തിൽ. 95 വയസ്സിലും കർമ്മനിരതനായിരുന്ന നരിമാന്റെ അന്ത്യം പൊടുന്നനെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ്. ചൊവ്വാഴ്ച രാത്രിയോടെ ഡൽഹിയിലായിരുന്നു മരണം. 1971 മുതൽ സുപ്രീം കോടതി അഭിഭാഷകനാണ്. 1972-75 കാലഘട്ടത്തിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്നു. 1991 രാജ്യം പത്മഭൂഷണും 2007 പത്മവിഭൂഷണം നൽകി ആദരിച്ചു. 1999 മുതൽ 2005 വരെ രാജ്യസഭാംഗമായിരുന്നു. 1955 ബാപ്സി എഫ് നരിമാനെ വിവാഹം ചെയ്തു. സുപ്രീം കോടതി മുൻ ജഡ്ജി റോഹിംഗ്ടൺ നരിമാൻ മകനാണ്. മകൾ അനഹീത സ്പീച്ച് തെറാപ്പിസ്റ്റാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശ പൗരാവകാശ വിഷയങ്ങളിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചിരുന്ന അഭിഭാഷകനായിരുന്നു നരിമാൻ. അദ്ദേഹത്തിന്റെ വിടവാങ്ങലോടെ അസ്തമിക്കുന്നത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ തിളക്കമാർന്ന ഒരു അധ്യായമാണ്. അഡ്വക്കേറ്റ് ഫാലി സാം നരിമാന്റേത് 1971 മുതൽ സുപ്രീം കോടതിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൗഢ സ്വരമാണ്. 1991 മുതൽ ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റാണ് നരിമാൻ. ഫാസി സാം നരിമാൻ എന്നാണ് യഥാർത്ഥ പേര്. 1929 റങ്കൂണിൽ പാഴ്സി മാതാപിതാക്കളായ സാം ബരിയാംജി നരിമാൻ അതുപോലെ തന്നെ ബാനു നരിമാൻ എന്നിവരുടെ മകനായിട്ടായിരുന്നു ജനനം. ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു പിതാവ്. ഇന്ന് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ വായിൽ വെള്ളിക്കരണ്ടിയൊന്നുമായിട്ടല്ല താൻ ജനിച്ചത് എന്നും തൻ്റേതൊരു ഇടത്തരം കുടുംബമായിരുന്നുവെന്നും അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട്. സിംലയിലെ ബിഷപ്പ് കോട്ടൺ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ധനതത്വശാസ്ത്രവും ചരിത്രവും ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ബിരുദം നേടി. ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുക്കനായിരുന്നു അദ്ദേഹം. എഴുതിയ മിക്കവാറും പരീക്ഷകളും റാങ്കോടെയും സ്വർണ്ണ മെഡലോടെയുമാണ് പാസ്സായത്. 1950 മുംബൈ ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടി. ഫോർബ്സ് സ്വർണ്ണ മെഡലും റോമൻ നിയമത്തിനും നിയമശാസ്ത്രത്തിനുമുള്ള സമ്മാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മകൻ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അക്കാലത്ത് അത് താങ്ങാൻ കഴിയാതിരുന്നതിനാൽ നിയമത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ആത്മകഥയിൽ, അതായത് ബിഫോർ മെമ്മറി ഫെയ്ഡ്സിൽ അദ്ദേഹം പറയുന്നത്. ബോംബെ ഹൈക്കോടതിയിലാണ് അഭിഭാഷക വൃത്തി ആരംഭിച്ചത്. 22 വർഷത്തെ പ്രാക്ടീസിന് ശേഷം 1971 ഇന്ത്യൻ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി. നരിമാന്റെ പല കേസുകളും അഭിഭാഷകർ ഇന്നും പഠന വിധേയമാക്കുന്നുണ്ട്. അഭിഭാഷക വൃത്തിയിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്ന ആത്മകഥ നിയമ വിദ്യാർത്ഥികൾക്കിടയിലും യുവ അഭിഭാഷകർക്കിടയിലും വളരെയധികം വായിക്കപ്പെടുന്ന ഒന്നാണ്. അതിലെ പല കാര്യങ്ങളും വിവിധ ലോ കോളേജുകളിൽ പഠിപ്പിക്കുന്നുമുണ്ട്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന തീപ്പൊരിയായിരുന്നു അക്കാലത്ത് നരിമാൻ കോടതിയിൽ. കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്രോസ് വിസ്താരം വളരെ പെട്ടെന്ന് പ്രശസ്തമായി. നരിമാൻ കേസ് നടത്തുന്നത് കാണാൻ നിയമ വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തുന്ന കാലം മുംബൈയിൽ ഒരു സമയത്തുണ്ടായിരുന്നു. പല സിനിമാക്കാരും കോർട്ട് റൂം സിനിമകൾ ഉണ്ടാക്കാനായി അദ്ദേഹത്തിൻ്റെ ക്രോസിംഗ് രീതികളും അവതരണ രീതിയും പഠിച്ചിരുന്നു. അഭിഭാഷകനായിരുന്ന ജാംസെഡ്ജി കങ്കയായിരുന്നു നരിമാന്റെ മാർഗദർശി. ജാംസെഡ്ജി കങ്ക എനിക്ക് സീനിയർ മാത്രമായിരുന്നില്ല, ഗുരു കൂടിയായിരുന്നു. അദ്ദേഹം എനിക്ക് പിതാവിനെ പോലെയായിരുന്നു. 93 വയസ്സിൽ അദ്ദേഹം മരിച്ചു. പക്ഷെ 92 വയസ്സിൽ താൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നോട് പറഞ്ഞു. ഗുരുവിൻ്റെ അതേ ഓർമ്മയും ബുദ്ധിയുമായിരുന്നു ശിഷ്യനും ലഭിച്ചത്. 95 വയസ്സിൽ മരിക്കുമ്പോഴും നരിമാൻ കർമ്മനിരതനായിരുന്നു.
ഇന്ത്യൻ ഭരണഘടനയുമായി ചേർത്ത് നിയമങ്ങൾ വികസിപ്പിക്കുന്നതിൽ നരിമാൻ പ്രധാന പങ്കാണ് വഹിച്ചത്. മറ്റ് പല ജുഡീഷ്യൽ കാര്യങ്ങളിലും അദ്ദേഹം വിമർശനാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു 1972 മുതൽ 1975 ജൂൺ 25 വരെ ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്ന ഫാലിയസ് നരിമാൻ ആ പദവി രാജിവെച്ചത്. തികഞ്ഞ ജനാധിപത്യവാദിയായ അദ്ദേഹം ഇന്ദിരയോട് ഉടക്കുന്നതും ഇതേ കാര്യത്തിൽ തന്നെ. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ക്ഷണവും ഇതേ കാര്യത്താൽ തന്നെ നരിമാൻ നിരസിക്കുകയായിരുന്നു. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായ ഒട്ടേറെ കേസുകളിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ തല ഉയർത്തി നിന്ന് വാദിച്ചു. പാർലമെന്റിന് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന സുപ്രധാന വിധി പറഞ്ഞ ഗോലക്നാഥ് കേസ്, അതുപോലെ തന്നെ ജഡ്ജി നിയമനവുമായി ബന്ധപ്പെട്ട SP ഗുപ്ത കേസ്, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരത്തിൽ പിന്നീട് നിർണായകമായ TMA പൈ കേസ് തുടങ്ങി ഭരണഘടനാ വ്യാഖ്യാനം പ്രധാനമായ ഒട്ടേറെ കേസുകളിൽ നരിമാന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായി ഉണ്ടായി. ഇന്ത്യൻ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട മാധ്യമ സ്വാതന്ത്ര്യ കേസ്, കൊളീജിയം കേസ്, ഭോപ്പാൽ ദുരന്ത കേസ് അടക്കമുള്ളവയിൽ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ച അഭിഭാഷകനാണ് ഫാലിയസ് നരിമാൻ. ഒരു ജനപ്രതിനിധിക്ക് 6 മാസത്തിൽ കൂടുതൽ തടവ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ അംഗത്വം റദ്ദാക്കണമെന്ന ചരിത്രവിധിക്ക് കാരണമായ ലില്ലി തോമസ് കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായത് നരിമാനായിരുന്നു. പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ പോലും അദ്ദേഹം പോരാടി ജയിച്ചു. കൊളീജിയം സംവിധാനത്തിന് പകരമായി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിനും നിയമിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച NJSCക്കെതിരായ കേസായിരുന്നു സുപ്രീം കോർട്ട് അസോസിയേഷൻ കേസ്. ഈ കേസ് പ്രകാരം NJSC നിയമത്തിൻ്റെയും 99-ാം വകുപ്പ് ഭേദഗതിയുടെയും ഭരണഘടനാ സാധുത കോടതി പരിശോധിച്ചിരുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ തത്വങ്ങളുടെ ലംഘനമാണ് NJSC എന്ന് കോടതി കണ്ടെത്തി. തൽഫലമായി 5-അംഗ ഭരണഘടനാ ബെഞ്ച് 99-ാം ഭേദഗതിയും NJSC നിയമവും റദ്ദാക്കുകയും ചെയ്തു. കൊളീജിയം സംവിധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് വാദിച്ച് ജയിച്ചത് ഫാലിയസ് നരിമാനായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ 13 സംബന്ധിച്ച് ഫാലിയസ് നരിമാൻ ഹാജരായ കേസാണ് TMA പൈ കേസ്. ഇത് പ്രകാരം ആർട്ടിക്കിൾ 13 ആവശ്യങ്ങൾക്കായി മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങളെ സംസ്ഥാനാടിസ്ഥാനത്തിൽ പരിഗണിക്കേണ്ടതുണ്ടെന്ന് സുപ്രീം കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗുജറാത്തിലെ നർമ്മദ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ച നരിമാൻ കേസിനിടയ്ക്ക് പ്രദേശത്തെ ക്രിസ്തുമത വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടതിലും ബൈബിൾ കത്തിച്ചതിലുമൊക്കെ പ്രതിഷേധിച്ച് വക്കാലത്തിൽ നിന്ന് പിൻവാങ്ങി. അന്ന് കാര്യമറിയാതെ നരിമാൻ ക്രിസ്ത്യാനിയാണെന്ന പ്രചാരണമുണ്ടായി. പക്ഷെ അദ്ദേഹം ജന്മം കൊണ്ട് പാഴ്സിയും കറകളഞ്ഞ മതേതരവാദിയുമായിരുന്നു. ബൈബിൾ കത്തിച്ചതിൻ്റെ പേരിലല്ല, ആക്രമണത്തിൻ്റെ പേരിലാണ് താൻ പിന്മാറിയതെന്ന് പിന്നീട് അദ്ദേഹം പറയുകയും ചെയ്തു. പലപ്പോഴും അഭിഭാഷകർക്ക് പ്രൊഫഷണൽ എത്തിക്സ് ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങളും നരിമാൻ തൻ്റെ ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട്. ഭോപ്പാൽ ദുരന്തത്തെ തുടർന്ന് യൂണിയൻ കാർബൈഡ് കോർപ്പറേഷനും ഇന്ത്യൻ സർക്കാരും തമ്മിലുള്ള കേസിൽ ഹാജരായത് അദ്ദേഹം ഇന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇരകളുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട മധ്യസ്ഥത അടക്കം നരിമാന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. അഭിഭാഷക വൃത്തിയുടെ സങ്കീർണതകളും ധാർമ്മികതയും തൊഴിൽപരമായ അഭിമാനവും വ്യക്തിപരമായ സങ്കടവുമെല്ലാം നിറഞ്ഞതായിരുന്നു ഈ കേസിലെ ഇടപെടലെന്നാണ് ആത്മകഥയിൽ നരിമാൻ തന്നെ വിശേഷിപ്പിക്കുന്നത്. ദുരന്തത്തിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന യൂണിയൻ കാർബൈഡ് കോർപ്പറേഷന് വേണ്ടി നരിമാൻ കോടതിയിൽ ഹാജരായി ഇരകൾക്ക് $470 മില്യൺ വാഗ്ദാനം ചെയ്ത കോടതിക്ക് പുറത്ത് ഇരകളും കമ്പനിയും തമ്മിലൊരു കരാർ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. കമ്പനിക്ക് വേണ്ടി ഹാജരായത് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായിരുന്നു എന്നും അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട്. നരിമാൻ കേസിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ തുക നഷ്ടപരിഹാരം കിട്ടില്ലായിരുന്നുവെന്ന് പറയുന്നവരും ഉണ്ട്. 2009 ഡിസംബറിൽ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി സംബന്ധിച്ച വിവാദത്തിലും അതിശക്തമായി നരിമാൻ ഇടപെട്ടു. ജസ്റ്റിസുമാരായ CK പ്രസാദിൻ്റെയും PD ദിനകരൻ്റെയും നിയമനവുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഉണ്ടായത്. ജുഡീഷ്യൽ നിയമങ്ങൾക്കുള്ള ശുപാർശകൾ സുതാര്യമാക്കണമെന്നാണ് നരിമാൻ അടക്കമുള്ളവർ വാദിച്ചത്. രാം ജഠ്മലാനി
ശാന്തി ഭൂഷൺ, അനിൽ ബി ദിവാൻ, കാമിനി ജയ്സ്വാൾ, പ്രശാന്ത് ഭൂഷൺ എന്നിവർ നരിമാനൊപ്പം പ്രസ്താവനയിൽ ഒപ്പുവെച്ചതോടെ ഇത് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി. 2014 ഒക്ടോബർ 17 തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് വേണ്ടി ഹാജരാവുകയും ജാമ്യം നേടിക്കൊടുക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ വലിയ നേട്ടമാണ്. ജയലളിതയുടെ കേസിൻ്റെ മെറിറ്റല്ല താൻ നോക്കിയത്, ബെയിലീസ് ലോ എന്ന കൃഷ്ണയ്യരുടെ ക്വാട്ടാണ് താൻ എടുത്തത്. ജാമ്യം ലഭിക്കേണ്ട കേസുകളിൽ ജയിൽവാസം എന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതേക്കുറിച്ച് നരിമാൻ പിന്നീട് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഇന്ത്യൻ ഭരണഘടന ഇതുപോലെ അരച്ചു കലക്കിയ ഒരാൾ നരിമാനെ പോലെ വേറൊരാളുണ്ടാകില്ല. രാജ്യത്തെ ഏറ്റവും വിലപിടിച്ച ഭരണഘടനാ വിശകലന വിദഗ്ധനുമായി ഫാലി എസ് നരിമാൻ. അവസാനമായി ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിലും അദ്ദേഹം വാചാലനായത് ഭരണഘടനയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ വിമർശിക്കാൻ അവകാശമുണ്ടെങ്കിലും അതിൽ മാറ്റം വരുത്താനോ ഇളക്കാനോ ആരും തുനിയേണ്ടതില്ലെന്നും ആരെങ്കിലും അതിന് ശ്രമിച്ചാലും സുപ്രീം കോടതി അത് പ്രതിരോധിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളിൽ മാറ്റം വരുത്താനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തിന്റെ 50ാം വർഷത്തിലാണ് ഫാലി നരിമാന്റെ നിരീക്ഷണം ചർച്ചയായത്. അടിസ്ഥാന ഘടനാ സിദ്ധാന്തം നിലവിലില്ലായിരുന്നുവെങ്കിൽ ഒരു ജനാധിപത്യ ഭരണഘടനയായി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഭരണഘടനയാകുമായിരുന്നു ഇന്ന് നമുക്ക് ഉണ്ടാകുമായിരുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന ഘടനാ സിദ്ധാന്തം പാർലമെന്റിന്റെ മേൽക്കോയ്മയെ ഇല്ലാതാക്കുന്നുവെന്ന വാദത്തിൽ കഴമ്പില്ല എന്ന് നരിമാൻ പറയുന്നുണ്ട്. ഇന്ത്യയിലെ മനുഷ്യാവകാശ പൗരാവകാശ വിഷയങ്ങളിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചിരുന്ന അഭിഭാഷകനായിരുന്നു നരിമാൻ. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് അനുകൂലമായ സുപ്രീം കോടതി വിധിക്കെതിരെ ഉൾപ്പെടെ അദ്ദേഹം നിലപാടെടുത്തിരുന്നു. സുപ്രീം കോടതിയുടെ നിലപാട് ഭരണഘടനയോടുള്ള തെറ്റായ സമീപനമാണെന്നും കോടതിയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട കേസുകളിലും അദ്ദേഹം നിരവധി തവണ നിയമോപദേശം നൽകിയിട്ടുണ്ട്. വായ്പാ പരിധി വെട്ടിക്കുറച്ചതടക്കം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകിയത് ഫാലി എസ് നരിമാനായിരുന്നു. കിഫ്ബിയും മസാല ബോണ്ടുകളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാർ അദ്ദേഹത്തിൽ നിന്ന് നിയമോപദേശം തേടിയിരുന്നു. സാധാരണഗതിയിൽ ഡൽഹിക്ക് പുറത്തുള്ള ഹൈക്കോടതികളിൽ ഹാജരാകുന്ന പതിവ് നരിമാൻ ഇല്ലാത്തതാണ്. എന്നാലും കിഫ്ബി കേസിലെ അത്യസാധാരണമായ സാഹചര്യം കണക്കിലെടുത്ത സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച ഒരു വീഡിയോ കോൺഫറൻസിലൂടെ എങ്കിലും നരിമാൻ അതിവിദഗ്ധമായ നിയമോപദേശം എത്തിക്കാനുള്ള സാധ്യതയായിരുന്നു സർക്കാർ തിരഞ്ഞത്. കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ തുടർ നടപടികൾ സ്വീകരിക്കാതെ രാജ്ഭവനിൽ അനന്തമായി പിടിച്ചുവെച്ചപ്പോൾ നരിമാന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പണം സമ്പാദിക്കുന്ന വയോധികൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും ഫാലി എസ് നരിമാൻ എന്നായിരിക്കും. കാരണം ഒരു സിറ്റിങ്ങിന് 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ഫീസ്. പലപ്പോഴും കേസ് എടുക്കാതെ അദ്ദേഹം ഒഴുകി മാറും. പക്ഷേ ക്ലയൻസ് വിടാറില്ല. അവർ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തും. വല്ലാതെ അസുഖബാധിതരാവുന്നത് വരേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരന്തരം ആളുകൾ എത്തുമായിരുന്നു. അഭിഭാഷകരായിരുന്നു ഇതിൽ ഏറെയും. തങ്ങൾ കോടതിയിൽ വാദിച്ചു കൊണ്ടിരിക്കുന്ന കേസിൽ നരിമാന്റെ അഭിപ്രായമാണ് അവർക്ക് അറിയേണ്ടത്. ആ കേസ് പഠിച്ച് അതിൻ്റെ പുരോഗതിയും വീഴ്ചകളുമൊക്കെ അദ്ദേഹം പറയും. അതിന് വക്കീലന്മാർ അദ്ദേഹത്തിന് ഫീസ് നൽകും. അങ്ങനെയാണ് അഭിഭാഷകരുടെ അഭിഭാഷകൻ എന്ന പേര് നരിമാന് വീണത്. എന്നാലും ആർക്കും കാശിറങ്ങി വീഴ്ത്താൻ കഴിയുന്ന ആളല്ല അദ്ദേഹം. ഗൗതം അദാനിയുടെ കേസുകൾ പോലും നിരസിച്ച ചരിത്രമുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ സാമൂഹിക പ്രസക്തമായ കാര്യങ്ങളിൽ ഫീസ് ഇല്ലാതെ തന്നെ അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്യും. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അത്തരത്തിലൊന്നാണ്. 2020 ശബരിമല വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ അധ്യക്ഷതയിൽ രൂപീകൃതമായ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ വാദിക്കാൻ ഫാലി എസ് നരിമാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു. വ്യക്തി എന്ന നിലയിൽ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ വാദിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഫാലി എസ് നരിമാൻ ചീഫ് ജസ്റ്റിസിന് കുറിപ്പ് കൈമാറിയെന്ന വലിയ വാർത്തയായിരുന്നു. ശബരിമലയിൽ യുവതി പ്രവേശനത്തിനായി ശക്തമായ നിലപാട് സ്വീകരിച്ച ജസ്റ്റിസ് റോഹിംഗ്ടൺ നരിമാന്റെ പിതാവാണ് ഫാലി എസ് നരിമാൻ. ശബരിമല വിഷയം ഒട്ടേറെ ബുദ്ധിമുട്ടേറിയതാണെന്നാണ്
2018 നിയമദിന പ്രഭാഷണത്തിൽ ഫാലി വിശേഷിപ്പിച്ചത്. ജീവിച്ചിരിക്കുന്ന വിജ്ഞാനകോശമെന്നായിരുന്നു നരിമാൻ അറിയപ്പെട്ടിരുന്നത്. രാജ്യത്തെ നിയമവിദ്യാർത്ഥികൾക്കും യുവ അഭിഭാഷകർക്കും മാതൃകയായ നിയമവിദഗ്ധനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്.